സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, സാധാരണ ആൾക്കാർ പറയേണ്ട അവൻ കാഫറാണ്. കാഫറിൻ്റെ അർത്ഥം രണ്ടർത്ഥമുണ്ട്, അത് ഒന്നേ ഉള്ളൂ, അത് യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ. പിന്നെ അറിയേണ്ട കാര്യം, മരിച്ചയാൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഉറങ്ങുമ്പം എന്നെ പലരും വിളിച്ചാലും കേൾക്കാറില്ല. അതുകൊണ്ട് ചോദിക്കുന്നതാണ്, മരിച്ചയാൾ കേൾക്കാറുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. എൻ്റെ പേര് ശശി എന്നാണ്. ശശിയേട്ടൻ്റെ ചോദ്യം എന്താണ് ഈ കാഫർ? രണ്ടാമത്തത് മരിച്ചവര് കേൾക്കുമെന്ന്. കാഫർ എന്ന കഫറ എന്ന അറബി പദത്തിനർത്ഥം മറച്ചുവെക്കുക എന്ന്. മറച്ചുവെച്ചവനാണ് കാഫർ എന്ന അറബി പദത്തിന്റെ നേർക്കുനേരുള്ള അർത്ഥം. മറച്ചുവെച്ചവൻ. ഈ വിത്ത് മറച്ചു വെക്കുന്നതുകൊണ്ട് കൃഷിക്കാരനെ കുറിച്ച് കാഫർ എന്നുള്ള പ്രയോഗം ഖുർആനിൽ തന്നെ കാണാൻ കഴിയും. വിത്ത് മണ്ണിന്റെ അടിയിൽ മറച്ചു വെക്കലാണല്ലോ കൃഷിക്കാരൻ്റെ ഒരു പണി. അറബിയിൽ കാഫർ എന്ന് പറഞ്ഞ പ്രയോഗം ഒരു ബത്സനമോ ഒരു ചീത്ത പറച്ചിലോ ഉള്ള പ്രയോഗമേ അല്ല. ഖുർആനിന് മുമ്പ് ഇസ്ലാമിന് മുമ്പ് അറബി സാഹിത്യം ഉണ്ടല്ലോ. ആ അറബി സാഹിത്യത്തിൽ എവിടെയും കാഫർ എന്നൊരു ചീത്ത പറയാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടെങ്കിലും ബത്സിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശപ്രകാരം മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള രക്ഷയുടെ മാർഗവും മനുഷ്യന്റെ മനസാക്ഷി യഥാർത്ഥത്തിൽ തേടുന്നതും സട്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കണമെന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നുമുള്ള തത്വങ്ങളാണ്. ഇത് മനുഷ്യന്റെ മനസ്സ് തന്നെ തേടുന്നതാണ്. ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ മനസ്സ് തന്നെ സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന തത്വം അവന്റെ മനസ്സ് തേടുന്നു. ഈ മനുഷ്യന്റെ ഈ പെർഫെക്ഷൻ അത് തടഞ്ഞു വെക്കലാണ്, മറച്ചു വെക്കലാണ്, അത് നിഷേധിക്കലാണ്, ഈ സത്യത്തെ നിഷേധിക്കലാണ് ഇസ്ലാമിനെ നിഷേധിക്കുന്ന ഒരാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏകദൈവ ആരാധനയെ നിഷേധിക്കുന്ന ഒരാൾ ചെയ്യുന്നത് എന്നതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള വീക്ഷണം. അപ്പോ ഇങ്ങനെ ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ആ ആദർശം സ്വീകരിച്ചവരെ വിളിക്കാൻ ഒരു പേര് വേണം, അത് സ്വീകരിക്കാത്തവരെ വിളിക്കാൻ ഒരു പേര് വേണം. അത് സ്വീകരിച്ചവരെ മുസ്ലിം എന്ന് വിളിച്ചു ഇസ്ലാം. അത് സ്വീകരിക്കാത്തവരെ അന്ന് വരെ ഇസ്ലാം കടന്നു വരുന്നത് വരെ ഒരിക്കൽ പോലും ഒരു ബത്സനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരു ചീത്ത പറച്ചിലിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പദമാണ് ഉപയോഗിച്ചത് ഇസ്ലാം, കാഫർ എന്നുള്ള പദം. അതൊരു ചീത്ത പറച്ചിലേ അല്ല. ഒരാദർശം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ മുസ്ലിങ്ങൾ എന്ന് വിളിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ ആന്തരാത്മാവിൽ തന്നെ ഊട്ടപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധിയെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള, അഥവാ യഥാർത്ഥത്തിൽ മനസ്സിനകത്ത് തന്നെയുള്ള സത്യത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ കാഫർ എന്ന് വിളിച്ചു. അതൊരു ബത്സനമേ അല്ല, അതൊരു ചീത്ത പറച്ചിലേ അല്ല. അങ്ങനെ ചീത്ത പറച്ചിലായി അനുഭവപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കിയത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ചില നോവലുകൾ എഴുതുകയും ആ നോവലുകളിൽ വൃത്തികെട്ട ആളുകളെ വിളിക്കാൻ വേണ്ടി കാഫർ എന്ന് അറബികൾ വിളിക്കുന്നതായി ചിത്രീകരിക്കുകയും കാഫർ ബോയ് തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ 17-18 നൂറ്റാണ്ടുകളിൽ ഇറങ്ങിയ ചില കൃതികളിൽ കാഫർ എന്നുള്ള പദം വളരെ വ്യാപകമായി മോശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത്. അത്തരം ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കാഫർ എന്ന് വിളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇസ്ലാം അങ്ങനെ ആരെങ്കിലും കാഫർ എന്ന് വിളിക്കാനൊന്നും കൽപ്പിച്ചിട്ടില്ല. ഖുർആനിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കുക. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കാഫിറൂൻ എന്ന് തന്നെ പറഞ്ഞിട്ടൊരു ഒരു സൂറത്തുണ്ട്, ഒരു അധ്യായം. അധ്യായം ആരംഭിക്കുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞിട്ട്, പ്രവാചകരെ പറയണം കാഫിറുകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ്. കാഫിറുകളെ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ്. ആ അഭിസംബോധന അറബി ഭാഷാശാസ്ത്ര പ്രകാരം ഏറ്റവും മാന്യമായ അഭിസംബോധന.
യാ അയ്യുഹ എന്ന് വിളിക്കുന്ന അഭിസംബോധന മാന്യമായ, വളരെ മാന്യമായ അഭിസംബോധനയാണ്. എന്നിട്ട് പറയുന്നതോ നിങ്ങൾ ആരാധിക്കുന്നതിനെ അവരെ ഒരു കോംപ്രമൈസുമായി ചെന്നതാണ്. അവിടെയുള്ള സത്യനിഷേധികൾ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ഒരു കോംപ്രമൈസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ രണ്ടു കൂട്ടരും നമ്മളെ എല്ലാം ആരാധിക്കുക എന്നുള്ള. മുഹമ്മദ് നബി സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞു. അവർ സൃഷ്ടിപൂജയിലുള്ള ആളുകളായിരുന്നു. അപ്പോ അവർ വന്നിട്ട് പറഞ്ഞു, നീ പറയുന്ന സ്രഷ്ടാവിനെ ആരാധിക്കാം, നീയും കൂട്ടരും ഞങ്ങൾ പറയുന്ന ആളുകളെ ആരാധിക്കുക, അപ്പൊ നമുക്കൊരു കോംപ്രമൈസിലെത്താം. അപ്പോഴാണ് ഈ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രവാചകനോട് പറയാൻ കൽപ്പിക്കുകയാണ്, യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനക്കും വലിയ ദീൻ. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ നിങ്ങൾക്കൊട്ട് കഴിയുകയുമില്ല. എന്റെ ആരാധനാരീതി സ്വീകരിക്കാൻ നിങ്ങൾ സന്നദ്ധമാവില്ല, നിങ്ങളുടെ ആരാധനാരീതി ഞാനൊട്ട് അംഗീകരിക്കുകയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. ഇതാണ് ഇസ്ലാമിന്റെ അത്തരം ആളുകളോടുള്ള സമീപനം. അഥവാ വെറുതെ ബത്സിക്കുക എന്നതല്ല. ആദർശം പറയും, ആദർശത്തിലേക്ക് ക്ഷണിക്കും, ആദർശമാണ് ശരിയെന്ന് സ്ഥാപിക്കും. പക്ഷെ ആരെയും ബത്സിക്കുന്ന രീതി ഇസ്ലാമിനില്ല. രണ്ടാമത്തെ ചോദ്യം, മരിച്ചവർ കേൾക്കുമോ എന്നാണ്. അതിപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? മരിച്ചവർ നമ്മളെപ്പോലെ തന്നെ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ മരിച്ചു എന്ന് പറയാൻ പറ്റുമോ? അവര് മരിച്ചു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? അവര് മരിച്ചു എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് മാനുഷികമായ അന്ന് വരെ ഉണ്ടായിരുന്ന കഴിവുകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ. അവർ കേൾക്കുക, അവർ കാണുക, അവർ സംസാരിക്കുക, ഇതെല്ലാം ഉണ്ടെങ്കിൽ. എന്നാൽ മരിച്ചവരെ പടച്ചവൻ വിചാരിച്ചാൽ കേൾപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യമെങ്കിൽ, തീർച്ചയായും പടച്ചവൻ വിചാരിച്ചാൽ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയും. അത് വേറൊരു വിഷയമാണ്. എന്നാൽ മരിച്ചു എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും കേൾക്കില്ല എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ അനുഭവമാണ്. കേൾക്കും എന്ന് ഇസ്ലാമോ മുസ്ലിങ്ങളോ വിശ്വസിക്കുന്നില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല എന്നുള്ളതാണ് സത്യം.